സംസ്ഥാനത്ത് ഇന്നും പവർ കട്ട്. വൈകുന്നേരത്തെ പീക്ക് സമയത്താകും നിയന്ത്രണമുണ്ടാകുക. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് പീക്ക് സമയത്ത് 1 മണിക്കൂറിലധികമാണ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടായത്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ഷീജ കൂടി ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നും സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും മര്യാദയിലും സംസ്ഥാനത്ത് പവർ കട്ട് തുടരും എന്നുള്ളത് തന്നെയാണ് KSEBയുടെ അറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ പീക്ക് സമയത്ത് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് KSEB അറിയിച്ചിരുന്നത്. പക്ഷെ കഴിഞ്ഞ 2 ദിവസവും സംസ്ഥാനത്ത് 1 മണിക്കൂറിലധികമാണ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടായത്. അതും 2 ഘട്ടങ്ങളിലായിട്ടാണ് വൈദ്യുതി നിയന്ത്രണം. വൈകുന്നേരം 7 മുതൽ രാത്രി 12 വരെയുള്ള സമയത്ത് അതിനിടയിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് വൈദ്യുതി നിയന്ത്രണം കഴിഞ്ഞ 2 ദിവസവും സംസ്ഥാന വ്യാപകമായി ഉണ്ടായത്. അത് അതേ രീതിയിൽ തന്നെ ഇന്നും തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് KSEBയുടെ അറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത്ര സമയത്തേക്ക് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളത് KSEB അറിയിപ്പിൽ പറയുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഈ രീതിയിൽ 2 ഘട്ടമായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളത് ഔദ്യോഗികമായ ഒരു അറിയിപ്പായി നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് അത് ഇടയാക്കും എന്നുള്ളത് കൊണ്ടാണ് ഔദ്യോഗികമായി ആ രീതിയിൽ KSEB അറിയിപ്പ് നൽകാതെ. സംസ്ഥാനത്ത് ഗുരുതരമായ ഒരു വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പീക്ക് സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും, ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്ന് മാത്രമുള്ള അറിയിപ്പ് നൽകുന്നത്. പക്ഷേ സംസ്ഥാനത്ത് പവർ കട്ട്, അതും അരമണിക്കൂർ പോലുമല്ല 1 മണിക്കൂറിലധികം വൈദ്യുതി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളും ഇതിന്റെ ഭാഗമായി തന്നെ ഉയർന്നു വരുന്നുമുണ്ട്. ആര്യ, തിരുവനന്തപുരത്തു നിന്നും ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.